കൂട്ടുകാരെ, ഈ കുഞ്ഞിന്റെ മുഖം ഒന്ന് നോക്കിയേ. ആ പൊന്നുമോൻ അനുഭവിച്ച വേദനയുടെ ആഴം ചിന്തിക്കാവുന്നതിലപ്പുറമാണ്. അമ്മയുടെ സുഹൃത്ത് അഷ്കർ എന്ന് പറയുന്ന ആ മൃഗം ആ കുരുന്നിനോട് ചെയ്തത് മനുഷ്യത്വരഹിതമായ ക്രൂരതയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ഞെട്ടലോടല്ലാതെ നമുക്ക് വായിച്ചു തീർക്കാൻ കഴിയില്ല കേട്ടോ. ഒരു 1.5 വയസ്സുകാരന്റെ ശരീരത്തിൽ 51 മുറിവുകളും പരിക്കുകളുമാണ് ഉണ്ടായിരുന്നത്. ജനനേന്ദ്രിയത്തിൽ ഉൾപ്പെടെ ക്രൂരമായ മർദ്ദനമേറ്റു. കാൽപാദങ്ങളിലും വിരലുകളിലും പൊള്ളിച്ചതിന്റെ അടയാളങ്ങൾ. ക്രൂരമായ മർദ്ദനം കാരണം ആഹാരം ഛർദ്ദിച്ച കുഞ്ഞിനെ വീണ്ടും ഉപദ്രവിച്ചു. ദിവസങ്ങൾക്ക് മുൻപ് കുഞ്ഞിന്റെ കൈയൊടിഞ്ഞിട്ടും സൈക്കിളിൽ നിന്ന് വീണതാണെന്ന് കള്ളം പറഞ്ഞ് ആ കൊടും കുറ്റവാളി ക്രൂരത മറച്ചുവെച്ചു. വേദന തിന്നാണ് ആ പൊന്നുമോൻ മരണത്തിന് കീഴടങ്ങിയത്. ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിലെ പ്രതിക്ക് ഒരു തരത്തിലുള്ള ദയയും അർഹിക്കുന്നില്ല കേട്ടോ. നിയമത്തിന്റെ പരമാവധി ശിക്ഷ തന്നെ ഇയാൾക്ക് ഉറപ്പാക്കണം. എവിടെ ഉറപ്പാക്കില്ലേ? അധികാരികളുടെ വൻ വീഴ്ച തന്നെയാണ് ഇതിൽ കാരണം. കുഞ്ഞിന്റെ കൈയൊടിഞ്ഞപ്പോൾ തന്നെ അമ്മൂമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നതാണ്. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിരുന്നത്. കറക്റ്റ് സമയത്ത് അവർ ഇടപെട്ടിരുന്നെങ്കിൽ ആ കുരുന്നിന്റെ ജീവൻ ഇന്ന് നമുക്ക് നഷ്ടമാകുമായിരുന്നില്ല. കേരളത്തിലെ ശിശു സംരക്ഷണ സംവിധാനങ്ങളും പോലീസും ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? പരാതി കിട്ടിയിട്ടും നടപടിയെടുക്കാതിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ അന്വേഷണം തന്നെ വേണം. വീഴ്ച വരുത്തിയവർക്കെതിരെ കൊലകുറ്റത്തിന് കേസെടുക്കണം. ഇനിയൊരു കുഞ്ഞിനും ഈ ഒരു ഗതി വരാതിരിക്കാൻ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കണം. ഇതൊക്കെ നടക്കാവല്ലേ? ഇവരൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിട്ട് തിന്ന് വീർപ്പിച്ചാ പോരല്ലേ? കൊന്നു കളയണവരൊക്കെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?